പാല് കാച്ചലായെന്ന് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ ഒരു 5 മണിയാകുമ്പം എണീറ്റിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ട് എണീക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഓള് സമ്മതിച്ചില്ല. വീഡിയോ എടുത്തു തരാണ്ടേന്ന് ചോദിച്ചിട്ട് എന്നെ ഇങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചതാണ്. അങ്ങനെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ മേലെ ചെന്ന് നോക്കുമ്പോൾ തിരുമേനി വന്നിട്ട് കളമൊക്കെ വരക്കാണ്. രാവിലെ ഗണപതി ഹോമമാണ്. ഏകദേശം ഒരു 9 മണിക്ക് അങ്ങനെയാണ് പാല് കാച്ചൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളുടെ നാട്ടിലത്തേൽ അപേക്ഷിച്ചിട്ട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഗണപതി ഹോമത്തിലൊക്കെ ഇങ്ങനെ കളമൊക്കെ വരച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോയെന്നറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ സംശയം പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഇവരെ ഇവിടെ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. ഇവർക്ക് പ്രസാദമൊക്കെ കൊടുത്തു. ഗണപതി ഹോമം നടക്കുകയാണ്. അങ്ങനെ ഒരു മണിക്കൂർ അടുപ്പിച്ച് ഗണപതി ഹോമം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീടിൻ്റെതാണെങ്കിലും മുഴുവനായിട്ടുള്ള പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. പണിക്കാരുടെ അവൈലബിലിറ്റി ഒക്കെ കുറവായതുകൊണ്ട് തന്നെ അന്ന് പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശനിയാഴ്ച ആകുമ്പോഴത്തേക്കും പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വ്യാഴാഴ്ച പാല് കാച്ചലും കുറച്ച് ആൾക്കാരും ഉണ്ട്. ശനിയാഴ്ച പിന്നെ ഏട്ടൻ്റെയും ഇവളുടേതും ഫ്രണ്ട്സും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ പിന്നെ വിളക്കൊക്കെ വെച്ചു. ഇവർ വിളക്കൊക്കെ കൊളുത്തി. ഞാൻ അതിനിടയിൽ 3-4 പ്രാവശ്യം താഴെ പോകുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ വാസ്കൂട്ടൻ താഴെ ഉറങ്ങാണ്. ഇടയ്ക്ക് വരും, ഇടയ്ക്ക് പിന്നെയും താഴെ പോവും. അങ്ങനെ അതിനിടയിൽ എടുത്തെടുത്ത കുറച്ച് വീഡിയോസാണ് ഇതിലുള്ളത്. അങ്ങനെ ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പ്രസാദമൊക്കെ കൊടുത്ത് ഇവർ ദക്ഷിണയൊക്കെ കൊടുത്ത് അങ്ങനെ അതൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ പോയിട്ട് എല്ലാവർക്കും ഡ്രസ്സൊക്കെ മാറണം. അഖിലേട്ടൻ മാത്രമേ ഡ്രസ്സ് മാറിയിട്ടുള്ളൂ. ബാക്കി ആരും ഡ്രസ്സൊന്നും മാറിയിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഞാൻ നേരെ പോയിട്ട് വസുവിനെ ഒരുക്കിയിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നെ സാൻവിയും ഞാനും കൂടെ ഡ്രസ്സ് മാറി. സാൻവിക്ക് ഞാനൊരു പട്ടുപാവാടയൊക്കെ കേട്ടോ ഇടിപ്പിച്ചു കൊടുത്തത്. അവളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം മോൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല പട്ടുപാവാടയിൽ. കാരണം മോൾക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സാണ് ഇഷ്ടം. ഞാനൊരു സെറ്റും മുണ്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കളർ സെറ്റും മുണ്ട് എൻ്റെ കയ്യിൽ ഒട്ടുമില്ല. എൻ്റെ കയ്യിലുള്ള സെറ്റും മുണ്ടൊക്കെ ആണെങ്കിൽ ചുവപ്പ്, പച്ച, റോസ് ഈ കളർ വിട്ടിട്ട് എനിക്കൊരു കളിയില്ല കേട്ടോ. എൻ്റെ അടുത്ത് കൂടുതലുള്ളതും ആ കളർ ഡ്രസ്സുകൾ തന്നെയാണ്. അങ്ങനെ നമ്മൾ മേലെ എത്തിയപ്പോൾ ഏട്ടൻ്റെ അമ്മ ഇതാ എല്ലാവർക്കും നമ്മളുടെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം തന്ന്. അങ്ങനെ നമ്മളിങ്ങനെ പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ പേരുണ്ട്. ഇവിടുന്ന് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ വീട്ടിൽ നിന്നൊക്കെ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ മാമൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മാമനെയൊന്നും ഈ വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ കുറച്ച് എടുക്കുന്ന സമയത്ത് ആരും ഈ വഴിയിൽ ഉണ്ടാവില്ല. എല്ലാവരും ഓരോ വഴിയിലായതുകൊണ്ട് തന്നെ ഉള്ളവർ മാത്രം കുറച്ച് പേരുണ്ട്. അപ്പോൾ പിന്നെ ഇനി പാല് കാച്ചാനുള്ള ചടങ്ങുകൾ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരെയും നമ്മൾ ഹാളിലേക്ക് വിളിച്ച് അപ്പോൾ ഇതാ അവർ പുറത്ത് നിന്ന് ആദ്യം വിളക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷമാണ് അവർ അടുപ്പിൽ തീ കത്തിച്ച്, ഇവിടെ ഗ്യാസിലായിരിക്കുമല്ലോ കത്തിക്കുന്നത്, അങ്ങനെ ഗ്യാസിൽ ഉരുളിയിൽ പാലൊക്കെ വെച്ചു. അപ്പോൾ പിന്നെ ഓരോരുത്തരായിട്ട് ഇനി പാല് കാച്ചാൻ തുടങ്ങുകയാണ്.
കുരവയാണോ കൂക്കിയാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഞങ്ങളിട്ടത് കുരവയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും പാലൊക്കെ കൊടുത്തു. പിന്നെ നമുക്കെല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം നാട്ടിൽ നിന്ന് കുറച്ച് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ലോണം വിശന്ന് കുടല് കരിയുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ നേരെ മേലെ പാർട്ടി ഹാളിലേക്ക് പോയി. അപ്പോൾ പത്തിരിയും കടലക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വസുവിനെ അച്ഛൻ തന്നെയാണ് കേട്ടോ ഫുള്ള് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ചായ കുടിക്കാനിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഇവർ തന്നെയാണ് വിളമ്പൊക്കെ ചെയ്യുന്നത്. നല്ല കടലക്കറിയും പത്തിരിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ താഴെ വന്ന് നോക്കുമ്പോൾ ഇതാ ആകർഷ് ഇങ്ങനെ എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു. അപ്പോൾ പിന്നെ ഫോട്ടോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ കമിഴ്ന്നടിച്ച് വീഴുമെന്ന് പറഞ്ഞതല്ലേ. അങ്ങനെ ഞാനും എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. വസു ആണെങ്കിൽ നല്ല രീതിയിൽ നിന്നിരുന്നുണ്ട്. എൻ്റെ സാൻവി കുട്ടീനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാരണം മോളങ്ങ് കളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ അധികം നിർബന്ധിച്ചിട്ടില്ല. കാരണം ഫോട്ടോ നമുക്ക് എപ്പോഴും എടുക്കാം. ഈ ഒരു സമയത്തേ ഓൾക്ക് കളിക്കാൻ വൈദുവിൻ്റെ അടുത്ത് പറ്റുള്ളൂ. എന്നാൽ പിന്നെ ഓള് കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാനും വസുവും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഫുഡും കഴിച്ച് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി. അപ്പോൾ ശരി.